ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ മാസ്ട്രോ ആണ് വണ്ടി. മാസ്ട്രോ പഴയ മോഡൽ മാസ്ട്രോ വർക്കിന് കയറിയായിരുന്നു. അപ്പോൾ നമുക്ക് നിലവിൽ അതിൻ്റെ ഓയിൽ ചേഞ്ച്, വണ്ടിക്ക് വലിയ കുറവ്, മൈലേജ് കുറവ്, ഇതൊക്കെ പറഞ്ഞിട്ടാണ് മെയിനായിട്ട് വന്നിരുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വണ്ടി ഒട്ടും വലിക്കില്ല. ക്ലച്ചിൻ്റെ പുള്ളി കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ്, ബെൽറ്റൊക്കെ തേഞ്ഞ് നല്ല രീതിയിൽ തീർന്നേക്കാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണിയുണ്ട് വണ്ടിക്ക്. അപ്പോൾ ഓൾറെഡി എൻജിൻ ലീക്ക് എന്ന് പറയുമ്പോൾ ക്രാങ്കിൻ്റെ ഉള്ളിലത്തെ റൈറ്റ് സൈഡിലെ ഓയിൽസീലൊക്കെ പോയേക്കണതാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഫുള്ളായിട്ട് അഴിച്ച് ക്ലിയർ ചെയ്താലാണ് റെഡി ആവുള്ളൂ. അപ്പോൾ തൽക്കാലം എമൗണ്ട് വലിയ കാര്യമായിട്ട് മുടക്കാത്ത രീതിയിൽ തൽക്കാലത്തേക്ക് ഒരു സെറ്റപ്പിൽ ചെയ്തെടുക്കാനാണ് ഓൾറെഡി പറഞ്ഞേക്കണത് കസ്റ്റമർ. അപ്പോൾ അതും പ്രകാരമാണ് നമ്മളിപ്പോൾ ചെയ്തേക്കണത്. അപ്പോൾ അതിനകത്തെന്ന് വെച്ചാൽ നമുക്ക് ക്ലച്ചിനകത്ത് വീലുകളൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. എൻ്റെ ഒരു ബെൽറ്റും മാറ്റിയിട്ടിട്ടുണ്ട്. അത് പുതിയതല്ല, കാരണം പുതിയ ബെൽറ്റ് ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം ഞാൻ കംപ്ലയിൻറ്റ് വരും, പെട്ടെന്ന് പോകും, നമ്മൾ ആ പൈസ പോകുന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല. അപ്പോൾ ഞാനൊരു മാറ്റിയ ബെൽറ്റ് പറഞ്ഞു, പഴയ ബെൽറ്റ് വേറെ വണ്ടിയുടെ മാറ്റി കളഞ്ഞായിരുന്നത്. അത് കംപ്ലയിൻ്റായിട്ട് മാറ്റിയാണ്, പക്ഷേ കുറച്ചും കൂടിയൊക്കെ ഓടിക്കാം നമുക്ക്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ബെൽറ്റ് അത് നമ്മൾ കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻജിൻ ഓയിലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഓയിൽ ലീക്കൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ബോഡി അഴിച്ചൊന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ ഫസ്റ്റിലത്തെ ആ വീഡിയോയിൽ അയച്ചാണ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതിനകത്ത് ഫുള്ള് ഓയിൽ ലീക്കായിരുന്നു. അപ്പോൾ അതൊക്കെ നീറ്റായിട്ടൊന്ന് വാഷ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മൊത്തം തുരുമ്പാണ്. ഈ ചേസിൻ്റെ ഭാഗത്ത് കണ്ടത് അതൊക്കെ തുരുമ്പാണ്. അപ്പോൾ അത്യാവശ്യം ആ തുരുമ്പുള്ള ഭാഗം ഞാനൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തുതരാം. ഇനി തൊട്ടടുത്ത് തന്നെ നമുക്ക് അതിൻ്റെ ടെസ്റ്റ് വർക്ക് വന്നുണ്ട്, റീടെസ്റ്റിൻ്റെ വർക്ക് വന്നുണ്ട്. ആ കൂട്ടത്തിൽ കൂടെ നല്ല രീതിയിൽ വണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. സ്കൂട്ടർ മോഡലിലേക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ കറക്റ്റ് പീരിയോഡിക് സർവീസ്, അതായത് ഇടവേളകളിലുള്ള സർവീസ് കൃത്യമായിട്ട് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. CVT ക്ലച്ചൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ പൈസ പോകണ വഴി അറിയില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ഓയിലോ കാര്യങ്ങളൊന്നും ഇല്ല, ബെൽറ്റ് വർക്ക് ചെയ്യണ ഭാഗമല്ലേ. അപ്പോൾ അത് നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസിങ് ആണ് നടത്തട്ടെ. അത് നമ്മൾ പീരിയോഡിക് സർവീസ് എന്ന് പറഞ്ഞാൽ 120 ദിവസമാണ് അതിൻ്റെ ശരിക്കും സർവീസിൻ്റെ ഒരു കാലാവധി. അതായത് ഓരോ 120 ദിവസം കൂടുമ്പോൾ സർവീസ് ചെയ്യണമെന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻസ്. ശരിക്കും 4 മാസം കൂടുമ്പോൾ 4 മാസം കൂടുമ്പോൾ കറക്റ്റായിട്ട് നോക്കി ക്ലിയർ ചെയ്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം നമുക്ക് ഉപയോഗിക്കാം, ഒരു കംപ്ലയിൻറ്റും ഇല്ലാണ്ട്. ഇതിപ്പോൾ അതൊന്നും ചെയ്യലില്ല. ഇടയ്ക്ക് കുറേയൊക്കെ പെൻഡിങ് വന്ന് പോകും. ഓയിൽ ചേഞ്ച് സമയത്തിന് മാറില്ല, ക്ലച്ച് ഗ്രീസിങ് കറക്റ്റായിട്ട് ചെയ്യില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കംപ്ലയിൻസുകൾ കൂടുതലായിരിക്കും. അങ്ങനെ പറ്റിയാണ് മെയിനായിട്ട്. അപ്പോൾ ഞാൻ ഈ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ ഓയിലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട് ഓയിൽ സീല്, ഹെഡിൻ്റെ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ക്രാങ്ക് ഓയിൽ സീൽ നമുക്ക് അഴിച്ച് മാറ്റാൻ പറ്റില്ല, കാരണം ഞാൻ അത് അയക്കണമെങ്കിൽ ഫുള്ളായിട്ട് അഴിച്ചിട്ട് ചെയ്യണം. പിന്നെ വണ്ടിക്ക് ഓയിൽ കുറഞ്ഞ പോണ കംപ്ലയിൻ്റ് ഉണ്ട്, അതായത് സിലിണ്ടർ പിസ്റ്റൺ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണ കൂട്ടത്തിൽ കൂടിയാണ് ആ ഭാഗമൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത്രയും രീതിയിലാണ് നമ്മൾ ക്ലോസ് ചെയ്തേക്കണേ. ഓയിൽ ലീക്കൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. ബെൽറ്റിൻ്റെ പ്രോബ്ലംസും അതേപോലെ തന്നെ വരും. കാരണം ഞാൻ അത് നമ്മൾ മാറ്റുകയോ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. മാക്സിമം ലോ ആക്കി എമൗണ്ടിൽ ചെയ്യാം. ടെസ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കണത്. അപ്പോൾ ഈ കംപ്ലയിൻസുകളൊക്കെ റിപ്പീറ്റ് അതേപോലെ തന്നെ വരും കേട്ടോ. തൽക്കാലം ഒരു ആശ്വാസമൊക്കെ ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബോഡിയൊക്കെ ഒന്ന് കയറ്റി സെറ്റ് ചെയ്യാനുണ്ട്. അതിനുശേഷം ബില്ലയക്കി കഴിയുമ്പോൾ വിളിച്ചോളാം. പിന്നെ ഇവിടുത്തെ ഈ ഒരു ഫ്ലാപ്പ് കട്ടായി പോയിട്ടേ, ഇവിടുന്ന് ഒരു ഫ്ലാപ്പ് കട്ടായി പോയിട്ട് വീലിൻ്റെ ഉള്ളിൽ നിന്ന് മൊത്തം ചെളി ഇങ്ങനെ അടിച്ച് കയറായിരുന്നു. മഴയായിരുന്നല്ലോ, മൊത്തം ചെളീൻ്റെ ഉള്ളിലേക്ക് കയറിയായിരുന്നു. ഇവിടുത്തെ ഒരു ഫ്ലാപ്പ് ഇങ്ങനെ ആ വീല് ഇപ്പോൾ ടയർ കാണാൻ പറ്റും നമുക്കത്. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ചെളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് മെയിനായിട്ട്. പിന്നെ ആ ഭാഗം കൂടി ഒന്ന് അഴിച്ച് കഴുകാനുണ്ടായ കാരണം. അപ്പോൾ അവിടെ ഒരു ഫ്ലാപ്പ് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി ചെളി കയറാത്ത രീതിയിലേക്ക് സെറ്റാക്കി ഇടാം. കഴിഞ്ഞിട്ട് വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ വിളിച്ചോളാം. ഓക്കെ, ഏകദേശം നമുക്കൊരു 11 മണി ഉച്ചയ്ക്കുമ്പോഴായിട്ട് നമുക്ക് എടുക്കാൻ തരും. ഓക്കെ, ബില്ലായി കഴിയുമ്പോൾ വിളിച്ചോളാം. ഓക്കെ.